welcome back to our improvement class. You have enough time for the exam because improvement examine date ഒന്നും ആയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും ടൈം ഉണ്ട്. നന്നായിട്ട് ട്രൈ ചെയ്യുക. എല്ലാവർക്കും A+ കിട്ടട്ടെ. നന്നായിട്ട് ട്രൈ ചെയ്യുക. ഓക്കെ? പലരും എന്നോട് ആവശ്യപ്പെട്ടതനുസരിച്ച് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കൂടി ഡിസ്കസ് ചെയ്യണം, ഫുൾ ഡിസ്കസ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഇയർ ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ March 2019. Before writing the answers, you should read the instructions very carefully. Answers എഴുതുന്നതിന് മുമ്പ് നിങ്ങൾ നന്നായിട്ട് ആ ഇൻസ്ട്രക്ഷൻസ് വായിച്ചിട്ടേ തുടങ്ങാവൂ. ക്വസ്റ്റ്യൻ എന്താ, എത്ര മാർക്കിനാണ് ക്വസ്റ്റ്യൻ, അതിൻ്റെ സ്കോർ എത്ര വേർഡ് ലിമിറ്റ്, എത്ര ചോയ്സ് ഉണ്ടോ, എത്ര ആൻസേഴ്സ് എഴുതണം, ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയ ശേഷം മാത്രം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. കൂൾ ഓഫ് ടൈം ദാറ്റ് 15 minutes മാക്സിമം നിങ്ങൾ യൂസ് ചെയ്യുക. ആ സമയത്ത് ക്വസ്റ്റ്യൻസ് നന്നായിട്ട് വായിക്കുക. ദെൻ പ്ലാൻ യുവർ ആൻസേഴ്സ്. എങ്ങനെയൊക്കെ നമുക്ക് ആൻസർ ചെയ്യാമെന്ന് നിങ്ങൾ പ്ലാൻ ചെയ്യുക. ഓക്കെ, ഷാൽ വി സ്റ്റാർട്ട്? ക്വസ്റ്റ്യൻസ് 1 to 8. ആൻസർ ദ ക്വസ്റ്റ്യൻസ് ആസ് ഡയറക്റ്റ്. ആ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ അനുസരിച്ച് എഴുതണം. ദാറ്റ് മീൻസ് യു ഹാവ് നോ ചോയ്സ്. യു ഹാവ് ടു അറ്റൻഡ് ഓൾ ദീസ് 8 questions. Questions 1 to 4. Read the passage given below and answer the questions that follow. അപ്പോൾ ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഈ 2019 മാർച്ചിൽ ചോദിച്ചിരിക്കുന്നത് ഒരു പാസേജ് തന്നതിന് ശേഷം അതിൽ നിന്നും ആൻസേഴ്സ് നമ്മൾ കണ്ടുപിടിക്കുക. ആ പാസേജ് ഇവിടെ തന്നത് ഒരു അൺനോൺ പാസേജാണ്. അതിൽ ഫസ്റ്റ് 2 ക്വസ്റ്റ്യൻസും ഡയറക്റ്റായിട്ട് ആ പാസേജിൽ നിന്ന് നിങ്ങൾ കണ്ടുപിടിക്കാനുള്ളതാണ്. തേർഡ് ക്വസ്റ്റ്യൻ, പിക്ക് ഔട്ട് ദ വേർഡ് ഫ്രം ദ പാസേജ് ദാറ്റ് മീൻസ് സ്പ്രെഡിങ്. ഈ പാസേജിൽ നിന്നും സ്പ്രെഡിങ് എന്ന് മീനിങ് വരുന്ന ഒരു വേർഡ് നമ്മൾ കണ്ടുപിടിക്കുക, ഫൈൻഡ് ഔട്ട് ചെയ്യുക. അതിന് 1 മാർക്കാണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിൻ്റെ പാസേജ് എല്ലാം ഓരോ പ്രാവശ്യവും പാസേജ് മാറി വരും. അപ്പോൾ നമ്മൾ അങ്ങനെ തന്നെ പഠിക്കേണ്ട ആവശ്യമില്ല. ക്വസ്റ്റ്യൻ അനുസരിച്ച് നമ്മൾ പാസേജിൽ നിന്നും നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 4, പിക്ക് ഔട്ട് ദ വേർഡ് ഫ്രം ദ പാസേജ് ദാറ്റ് ഈസ് ഓപ്പോസിറ്റ് ഇൻ മീനിങ് ടു പാസീവ്. പാസീവ് എന്ന വേർഡിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഒരു വേർഡ് ഈ പാസേജിൽ നിന്നും കണ്ടുപിടിക്കുക. 1 മാർക്ക്. 1 മാർക്ക് മീൻസ് ഓൺലി 1 sentence or 1 word is enough. Question number 5. Elaborate the idea in the following lines from the poem To Sleep. Come, blessed barrier between day and day, dear mother of fresh thoughts and joyous health. 2 lines from the poem To Sleep. To Sleep poem നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിൽ നിന്നും 2 ലൈൻ തന്നതിന് ശേഷം ഇതിനെ എലോബറേറ്റ് ദ ഐഡിയ എന്നാണ്. അപ്പോൾ ഈ ലൈനിനെ എലോബറേറ്റ് ദ ഐഡിയ മീൻസ് ഈ 2 ലൈനിനെ നമ്മൾ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് ഇത് ഏത് പോമാണ്, പോയറ്റ് ആരാന്ന് എന്നും കൂടെ നിങ്ങൾ പറയുന്നത് നന്നായിരിക്കും. നമുക്ക് ഇതിൻ്റെ ആൻസർ എങ്ങനെ എഴുതാം? ത്രൂ ദീസ് ബ്യൂട്ടിഫുൾ ലൈൻസ് ദ poet William Wordsworth conveys or talks about the blessings of sleep. It's a blessed barrier. It's a mother of fresh thought. പിന്നെ ഇതിൽ നിന്നുള്ള ഒരു poetic device നിങ്ങൾക്ക് വേണമെങ്കിൽ ഫൈൻഡ് ഔട്ട് ചെയ്ത് പറയാം. Blessed barrier. There is a poetic device, oxymoron. Oxymoron means ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള 2 കാര്യങ്ങൾ പറയുക. ഹിയർ സ്ലീപ്പ് ഈസ് എ ബ്ലെസ്സഡ്, ഇറ്റ്സ് എ ബ്ലെസ്സഡ് വൺ, ഇറ്റ്സ് എ ബ്ലെസ്സിങ് ആൻഡ് ഓൾസോ ഇറ്റ്സ് എ ബാരിയർ. ഇറ്റ്സ് എ ബാരിയർ ബിറ്റ്വീൻ ഡേ ആൻഡ് ഡേ. Then question number 6. In the trip of Lehola, Lieutenant Mallet is seated on the aerial net between the basket and the balloon. He gets a better view of the sights beneath him. When the balloon moves past the city of Paris, he gives a commentary on the sights to his companions. Draft the live commentary for Lieutenant Mallet. So it's a question to write live commentary. 3 marks question. അപ്പോൾ 3 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആകുമ്പോൾ അത്രയ്ക്ക് എഴുതിയാൽ മതി. ലൈവ് കമൻട്രി ഒക്കെ ആകുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ എഴുതാൻ പറ്റും. പക്ഷേ 3 മാർക്സിന് വളരെ കുറച്ച് 3 or 4 sentences are enough. But your answer should be as per the question. ഇത് നന്നായിട്ട് എഴുതണമെങ്കിൽ നമ്മൾ ടെക്സ്റ്റ് വായിച്ചിരിക്കണം, കറക്റ്റ് ആൻസർ എഴുതണം. ടെക്സ്റ്റിൽ കറക്റ്റായിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഒരു ലൈവ് കമൻട്രി എഴുതുമ്പോൾ നമ്മളത് പ്രസൻറ്റ് ടെൻസ് ആയിരിക്കണം. ട്രിപ്പ് ഓഫ് ലേഹോള എന്ന ലെസണിൽ പേജ് നമ്പർ 18 മിഡിൽ ഓഫ് ദ പോർഷനിൽ കറക്റ്റ് ആൻസർ ഉണ്ട്. അപ്പോൾ അത് കറക്റ്റ് ആൻസർ ഇങ്ങനെയാണ് വരുന്നത്. ദ വ്യൂ ഇസ് സൂപ്പർബ്. Paris spreads out beneath us, a dark bluish patch cut by its streets, towers, steeples around the plain.
The country traversed by long roads, thin and white, amidst green fields of dark green, woods almost black. The sun now reappears. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ആ പാരീസിനൂടെ പോയപ്പോൾ ബിനീത്ത് അടിയിലായിട്ട് അല്ലേ, ആ ബലൂൺ അടിയിൽ പാരീസ് എങ്ങനെ കണ്ടു അത് കറക്റ്റായിട്ട് എഴുതുന്ന നിങ്ങൾ ടെക്സ്റ്റ് വായിക്കും. Question number 7. The passage given below contains a few errors. Edit the passage. So it's a question for editing. ഒരു പാസേജ് കിട്ടിയാൽ എങ്ങനെ നമുക്ക് എഡിറ്റ് ചെയ്യാമെന്ന് ഞാനൊരു ക്ലാസ് നേരത്തെ എടുത്തിരുന്നു. നിങ്ങൾ പലരും കണ്ടു കാണും. അല്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് സെലക്ട് ചെയ്ത് ടിപ്സ് ഫോർ എഡിറ്റിംഗ് എന്നുള്ള ആ വീഡിയോ ഒരു പ്രാവശ്യം കൂടെ നിങ്ങൾ കണ്ടു. എഡിറ്റിംഗ് മീൻസ് ഐഡൻറ്റിഫൈങ് ദ എറേഴ്സ് ആൻഡ് കറക്റ്റിംഗ് ഇറ്റ്. സോ ഫസ്റ്റ് യു ഹാവ് ടു ഐഡൻറ്റിഫൈ ദ എറേഴ്സ്. ഐഡൻറ്റിഫൈ ദ എറേഴ്സ് ഫ്രം ദ പാസേജ്. എഡിറ്റിങ്ങിന് വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ചെക്ക് ദ ആർട്ടിക്കിൾസ്. ആ തന്ന പാസേജിൽ ആർട്ടിക്കിൾസിൽ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടോ എന്ന് നോക്കുക. ദെൻ ചെക്ക് ദ പ്രിപ്പോസിഷൻസ്. പ്രിപ്പോസിഷൻസിൽ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടോ. ദെൻ ചെക്ക് ദ ടെൻസിന് എന്തെങ്കിലും കറക്ഷൻ ഉണ്ടോ. ദെൻ ചെക്ക് ദ സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻറ്റ്. ആ ടെൻസ് നോക്കുമ്പോഴേക്കും നിങ്ങൾക്ക് അതിൽ എഡിറ്റ് ചെയ്യേണ്ട ആൻസർ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഐഡൻറ്റിഫൈ ദ എറർ, ദെൻ കറക്റ്റ് ദ എറർ. ദാറ്റ്സ് എഡിറ്റിംഗ്. 4 മാർക്സ് ആണ്. അപ്പോൾ എന്തായാലും 4 എറേഴ്സ് അവിടെ ഷുവറായിട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കണം. അപ്പോൾ നിങ്ങൾ എഡിറ്റിങ്ങിന് വേണ്ടി ടിപ്സ് ഫോർ എഡിറ്റിംഗ് എങ്ങനെയൊക്കെയാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്, എറേഴ്സ് നമുക്ക് എങ്ങനെയൊക്കെ കണ്ടുപിടിക്കാം, അതിൽ ചെയ്യേണ്ട കുറച്ച് ടിപ്സ് ഞാൻ ആ വീഡിയോയിൽ പറയുന്നു. The next question 8. Your class is conducting a debate on the topic walking is a noble and virtuous task. Write 2 arguments, one in favor of it and the other opposing it. 2 marks. You have to write 2 arguments and one argument should in favor of the topic and the other should be opposing it. സാധാരണ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ, ഒരു ഡിബേറ്റിൻ്റെ ഒരു ടോപ്പിക് തന്നതിന് ശേഷം ഇൻ ഫേവർ ഓഫ് ആയിട്ട് ഒന്നുകിൽ ഒരു 3 പോയിന്റ്സ് എഴുതുക, അല്ലെങ്കിൽ 4 പോയിന്റ്സ് അല്ലെങ്കിൽ 2 പോയിന്റ്സ് എഴുതുക. അത് ഏതെങ്കിലും ഒന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ബട്ട് ഈ ക്വസ്റ്റ്യനിൽ 1 point in favor of it and 1 point opposing the topic. അപ്പോൾ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുക, അല്ലെങ്കിൽ നമുക്കതിൻ്റെ ആൻസർ തെറ്റിപ്പോകും. ഓക്കെ, അപ്പോൾ ഇൻ ഫേവർ ഓഫ് മീൻസ് നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യുക. വാക്കിംഗ് ഈസ് എ നോബിൾ ആൻഡ് വെർച്വസ് ടാസ്ക്. യെസ്, വാക്കിംഗ് ഈസ് എ നോബിൾ വർക്ക്. വൈ ഇറ്റ് ഈസ് എ നോബിൾ വർക്ക് ഓർ എ വെർച്വസ് ടാസ്ക്. അതൊരു നല്ലൊരു ജോലിയാണ്, നല്ലൊരു കാര്യമാണ്. എന്തുകൊണ്ട്? അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് പറഞ്ഞു ഒരു പോയിന്റ്. ദെൻ ഒപ്പോസിങ് ഇറ്റ്, അതിനെ നമ്മൾ എതിർത്തിട്ട് അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടൊരു കാര്യം. നോ, ഇറ്റ്സ് നോട്ട്. വാക്കിംഗ് ഈസ് നോട്ട് എ വെർച്വസ് വർക്ക്. അപ്പോൾ അത് ഇഷ്ടപ്പെടാത്തവർക്ക് അതിൻ്റെ തരത്തിലുള്ള ഒരു പോയിന്റ് എഴുതുക. ഓക്കെ, അത് ഈസിയാണ്. ക്വസ്റ്റ്യൻ മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ആൻസേഴ്സ് എല്ലാം കറക്റ്റ് ആയിരിക്കും. Now questions 9 to 15, answer any 6 questions, each in about 60 words. Each carries 4 scores. ഓക്കെ, ആ ഇൻസ്ട്രക്ഷൻ നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് വായിക്കുക. 19 to 15, 8 questions. ആൻസർ ഇനി 6 questions. 8 questions തന്നിട്ട് 6. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും നന്നായിട്ട് എഴുതാൻ പറ്റുന്ന 6 questions, ഒട്ടും അറിയാൻ പറ്റാത്ത 2 questions അവോയ്ഡ് ചെയ്യുക. ആൻഡ് ഇൻ അബൌട്ട് 60 വേർഡ്സ്. എന്നിട്ട് മാർക്ക് നോക്കുക, എത്ര മാർക്കിനാണ് ക്വസ്റ്റ്യൻ. 4 മാർക്സിനാണ് ക്വസ്റ്റ്യൻ. 4 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഏകദേശം ഒരു ഹാഫ് പേജ് നിങ്ങൾ എഴുതിയാൽ മതി. 9. Question number 9. The details of ECG Sudarshan's life and achievements are given below. Read them carefully and prepare a profile. So you know it's a profile writing. Profile writing എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ECG സുദർശൻ ആരെക്കുറിച്ചാണ് ഒരു പ്രൊഫൈൽ എഴുതാൻ വരുന്നത്? നമ്മൾ പ്രൊഫൈൽ റൈറ്റിങ്ങിൽ ശ്രദ്ധിക്കേണ്ടത് അവരുടെ പേര് നമ്മൾ ടൈറ്റിലായിട്ട് കൊടുക്കുക. എന്നിട്ട് അവരുടെ ഏറ്റവും നല്ലൊരു ക്വാളിറ്റി നമുക്ക് മിക്കവാറും ഈ ഹിൻസിൽ നിന്ന് കിട്ടും. അതിൽ നിന്ന് സെലക്ട് ചെയ്ത് നല്ലൊരു ക്വാളിറ്റി വെച്ച് നമ്മൾ ഫസ്റ്റ് സെൻറ്റൻസ് ബിഗിൻ ചെയ്യുക. ഹിയർ ലുക്ക്, ECG Sudarshan, one of the theoretical physics of the world, was born on 16th September in 1931. അപ്പോൾ ഈ പ്രൊഫൈൽ മിക്കവാറും കുട്ടികൾ വരുത്തുന്നൊരു മിസ്റ്റേക്കാണ്. നമ്മളൊരു ഡേറ്റിന് മുമ്പേ ഓൺ പറയുക. ഓൺ 16th, ഓൺ 25th, ഇൻ 1931, ഇൻ 1934. അപ്പോൾ
അപ്പോൾ ഒരു ഇയറിന് മുമ്പ് നമ്മൾ ഇൻ ഉപയോഗിക്കുക, ഒരു ഡേറ്റിന് മുന്നേ ഓൺ നമ്മൾ ഉപയോഗിക്കുക. ഓക്കെ, അത് മറന്നുപോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പ്രൊഫൈല് നമ്മൾ എൻഡ് ചെയ്യുമ്പോൾ, നമ്മളത് കൺക്ലൂഡ് ചെയ്യുമ്പോഴും നല്ല സെൻറ്റൻസ് നമ്മൾ ഉപയോഗിച്ച് അത് കൺക്ലൂഡ് ചെയ്യുക. അപ്പോൾ അയാൾ ജീവിച്ചിരിക്കുന്നില്ല എങ്കിലും നമുക്കിങ്ങനെ പറയാം, even though he has no more in this world, his works are an asset to the people. അങ്ങനെ എന്തെങ്കിലും ഒരു നല്ലൊരു സെൻറ്റൻസ് പറഞ്ഞ് നമുക്ക് ആ പ്രൊഫൈൽ കൺക്ലൂഡ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 10. Gay de Maupassant and his fellow travelers are impressed by the journey in Lehola. They decide to felicitate Captain Jovis for making their journey in the hot air balloon a memorable one. Draft a felicitation speech that Gay de Maupassant would deliver on the occasion. It's a felicitation speech. 4 marks. ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഞാൻ നോക്കിയപ്പോൾ മിക്കവാറും 4 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് എല്ലാം ഒത്തിരി എഴുതാനുള്ള ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ കുട്ടികൾ സാധാരണ വരുത്തുന്നൊരു തെറ്റ്, അവർക്ക് കുറേ കാര്യങ്ങൾ അറിയാമെന്ന് വെച്ച് അങ്ങനെ എഴുതും. എത്ര നിങ്ങൾ എഴുതിയാലും മാക്സിമം യു വിൽ ഗെറ്റ് 3.5 or 4 മാർക്സ്. അപ്പോൾ നമുക്ക് ചെയ്യാവുന്നത് 4 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ അത്രയ്ക്ക് ലിമിറ്റ് ചെയ്ത് എഴുതുക. വേർഡ് ലിമിറ്റ് പറഞ്ഞിട്ടുണ്ട് 60 വേർഡ്സ്. അതിനപ്പുറം നിങ്ങൾ പോകരുത്. അതിനപ്പുറം നിങ്ങൾ എഴുതിയാലുള്ള അബദ്ധം, ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ ടൈം കിട്ടില്ല. അപ്പോൾ ബാക്കിയുള്ള എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്താലേ നമുക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ നമ്മൾ ലാസ്റ്റ് ഒരു 8 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ നമ്മൾ വിടുകയാണെങ്കിൽ 80ക്ക് പിന്നെ 72 നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ വേർഡ് ലിമിറ്റ് അനുസരിച്ച് തന്നെ നമ്മൾ എഴുതി പോകുന്നതിന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഫെലിസിറ്റേഷൻ സ്പീച്ച് ആകുമ്പോൾ ആ സ്പീച്ചിൻ്റെ ഫോമാറ്റ് നമ്മൾ ഫോളോ ചെയ്യുക. പിന്നെ ആരാണ് എന്തിനെക്കുറിച്ചാണ് പറയേണ്ടതെന്ന് മനസ്സിലാക്കുക. ഇവിടെ ആരാണ് സ്പീച്ച്? എ ഫെലിസിറ്റേഷൻ സ്പീച്ച് ദാറ്റ് Gay de Maupassant would deliver on the occasion. അല്ലേ, ഹിയർ Gay de Maupassant is delivering the speech to felicitate Captain Jovis for making their journey in the hot air balloon a memorable one. വളരെ അവരുടെ ആ ഒരു ജേണി ഒരു മെമ്മറബിൾ വൺ ആക്കി തീർത്ത ക്യാപ്റ്റൻ ജോയിസിന് നമ്മൾ ഫെലിസിറ്റേറ്റ് ചെയ്യുക. ഫെലിസിറ്റേറ്റ് മീൻസ് ആശംസകൾ, അല്ലേ, നല്ല കാര്യങ്ങൾ പറയുക. ആശംസിച്ചുകൊണ്ട് ഒരു ആശംസാ പ്രസംഗമാണ് ഇവിടെ തയ്യാറാക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടെ നടന്ന കാര്യങ്ങളെക്കുറിച്ച് അവരുടെ ആ ഒരു 1-2 എക്സ്പീരിയൻസ്, അല്ലേ, പറഞ്ഞ് വളരെ ചുരുക്കി, അല്ലേ, വളരെ നമ്മൾ സമ്മറൈസ് ചെയ്ത് വേണം 4 മാർക്സിന് എഴുതാൻ. Next question 11. Go to the woods and hills, no tears, dim the sweet look that nature wears. What was the sweet look that had captured H.W. Longfellow's attention? Write a paragraph on the use of imagery in the poem Sunrise on the Hills. You have to attend 2 questions. 1. What was the sweet look that had captured H.W. Longfellow's attention? What was the sweet look? എന്തായിരുന്നു ആ മനോഹരമായ കാഴ്ചകൾ? സൺറൈസ് ഓൺ ദ ഹിൽസ് നിങ്ങൾക്കറിയാം. ആ പോയമിൻ്റെ ഫസ്റ്റ് 2 സ്റ്റാൻസാസിൽ പറയുന്നത് ബ്യൂട്ടി ഓഫ് നേച്ചർ, വാട്ട് ദ പോയറ്റ് സോ വെൻ ഹി വാസ് സ്റ്റാൻഡിങ് ഓൺ ദ ഹിൽ. നെക്സ്റ്റ്, വാട്ട് ഹി ഹേർഡ് വെൻ ഹി വാസ് സ്റ്റാൻഡിങ് ഓൺ ദ ഹിൽ. അപ്പോൾ അതിൽ ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതാണ്ട് ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്കുണ്ട്. ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പോകരുത്, വളരെ ബ്രീഫായിട്ട് നമ്മൾ എഴുതുക. ദെൻ അതിൽ തന്നെ അടുത്ത് എ പാരഗ്രാഫ് ഓൺ ദ യൂസ് ഓഫ് ഇമേജറി ഇൻ ദ പോം. ആ പോയമിലെ ഇമേജറി എന്താണ്? ശരിക്കും ഒരു 8 മാർക്സിന് എഴുതാൻ വേണ്ടിയിട്ടുള്ള ഈ ക്വസ്റ്റ്യൻ ഉണ്ട്, അല്ലേ. അപ്പോൾ ബട്ട് നിങ്ങളതങ്ങനെ എഴുതരുത്, വളരെ ബ്രീഫായിട്ട് എഴുതുക. വാട്ട് ആർ ദ ഇമേജറീസ് യൂസ്ഡ് ഇൻ ദ പോം സൺറൈസ് ഓൺ ദ ഹിൽസ്? വിഷ്വൽ ഇമേജസ്, ഓഡിറ്ററി ഇമേജസ്, കിനസ്തെറ്റിക് ഇമേജസ്. വിഷ്വൽ ഇമേജസ് മീൻസ് കാണാൻ പറ്റുന്ന കാര്യങ്ങളാണ് അവിടുത്തെ ആ ഒരു വിഷ്വൽ ഇമേജസ്. ഏതൊക്കെയാണ് ആ സൺറൈസസ് ഓൺ ദ ഹിൽസിലെ വിഷ്വൽ ഇമേജസ്? റൈസിംഗ് ഓഫ് ദ സൺ, സൺ-ക്ലാഡ് വെയിൽസ്, ക്ലൗഡ്സ് bathed in light, mountain peaks, rich valley, flowing river. അപ്പോൾ ആ ഫസ്റ്റ് 2 സ്റ്റാൻസാസിൽ കാണുന്ന കാര്യങ്ങളാണ് അല്ലേ വിഷ്വൽ ഇമേജസ്. വിഷ്വൽ മീൻസ് നമുക്ക് കാണാൻ പറ്റുന്നത്. നെക്സ്റ്റ് ഓഡിറ്ററി മീൻസ് സൗണ്ട് ദാറ്റ് വി ക്യാൻ ഹിയർ. എന്തൊക്കെ ആ ഇമേജസ് ആണ് ആ പോയമിൽ ഈ പോയിന്റിന് കേൾക്കാൻ പറ്റും. ദാറ്റ്സ് ദ ഓഡിറ്ററി, കേൾക്കാൻ പറ്റിയ ഇമേജസ്. അത് ഏതൊക്കെയായിരുന്നു? ബേർഡ്സ് chirping noisily,
current of water, a water flow ചെയ്യുന്നതിൻ്റെ sound, current of water, whirl and flash, then hearing the music of village bell. അപ്പോൾ ആ കേട്ട കാര്യങ്ങൾ അതൊക്കെയാണ് ഓഡിറ്ററി ഇമേജസ്. ദെൻ കിനസ്തെറ്റിക് ഇമേജസ്. കിനസ്തെറ്റിക് മീൻസ് മൂവ് ചെയ്യുന്നത് എന്തൊക്കെ മൂവ് ചെയ്യുന്നത്, നമുക്ക് ആ ഒരു പോം വായിക്കുമ്പോൾ മൂവ് ചെയ്യുന്നതായിട്ട് തോന്നുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ബേർഡ്സ് മൂവിങ്, റിവർ ഫ്ലോയിങ്, ക്ലൗഡ്സ് മൂവിങ്, സ്മോക്ക് അറൈസിങ് ഫ്രം ദ ഹട്ട്സ്. സോ ദീസ് ആർ ദ കിനസ്തെറ്റിക് ഇമേജസ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ഈ പോയിന്റ്സ് ജസ്റ്റ് അണ്ടർലൈൻ ദ പോയിന്റ്സ്, ജസ്റ്റ് ആ വേർഡ്സോടെ ഒന്ന് അണ്ടർലൈൻ ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് മാർക്ക് കുറയില്ല, ടീച്ചേഴ്സിനെ അത് അട്രാക്ട് ചെയ്യും, നിങ്ങൾക്ക് ഫുൾ ക്രെഡിറ്റും കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 12. Your friend is going to visit Namuana village in Kandavu Island to see the ritual of turtle calling. Write an email wishing him or her an adventurous journey and also warning him or her about the dangers in the rocky island. The question is to write an email. You know the format of an email. Email format ningalkariya. Format of the email 1 mark, comprehensiveness of the content 2 marks, ക്വാളിറ്റി ഓഫ് ദ ലാംഗ്വേജ് 1 മാർക്ക്. അങ്ങനെയാണ് ആ 4 മാർക്സും ഡിവൈഡ് ചെയ്യുന്നത് ഇമെയിലിന്. അപ്പോൾ ഇമെയിലിൻ്റെ ഒരു ഫോമാറ്റ് ഫസ്റ്റ് ഇയർ ടെക്സ്റ്റിൽ തന്നെ ഉണ്ട്. ഇമെയിലിൻ്റെ ഫോമാറ്റ് നിങ്ങൾക്കറിയാം. ടു അഡ്രസ് ആർക്കാണ് എഴുതേണ്ടത്. അപ്പോൾ ടു അഡ്രസ് എഴുതുമ്പോൾ എല്ലാം സ്മോൾ ലെറ്റേഴ്സ് ആയിരിക്കുക. ഓക്കെ, എക്സാമ്പിൾ malu@gmail.com, എല്ലാം സ്മോൾ ലെറ്റേഴ്സ്. ദെൻ CC മീൻസ് സെയിം ഇമെയിൽ വേറെ ആർക്കെങ്കിലും കോപ്പി ആയിട്ട് ചെയ്യാനാണ്. CC മീൻസ് കാർബൺ കോപ്പി. ദെൻ നെക്സ്റ്റ് BCC, ബ്ലൈൻഡ് കാർബൺ കോപ്പി. ബ്ലൈൻഡ് കാർബൺ കോപ്പി മീൻസ് ഈ സെയിം കോപ്പി അയാൾക്ക് കിട്ടും, ബട്ട് ഇറ്റ് ഷുഡ് ബി ബ്ലൈൻഡ് ടു അതേഴ്സ്. മറ്റുള്ളവർക്ക് അറിയില്ല നമ്മൾ ഇയാൾക്ക് ഈ ഇമെയിലിൻ്റെ സെയിം കോപ്പി സെൻഡ് ചെയ്തിട്ടുണ്ടെന്ന് മറ്റുള്ളവർക്ക് അറിയാൻ പറ്റില്ല. ദാറ്റ്സ് ദ ബ്ലൈൻഡ് കാർബൺ കോപ്പി. പിന്നെ നമ്മൾ അതിൻ്റെ ലെഫ്റ്റിലായിട്ടൊരു സെൻഡ് എന്നൊരു ചെറിയൊരു ബോക്സ് ഇടുക, സബ്ജക്റ്റ്. ഇത്രയാണ് ഇമെയിലിൻ്റെ ഫോമാറ്റ്. പിന്നെ ഒരു ലെറ്ററിൻ്റെ ഫോമാറ്റായിട്ട് എഴുതാം. ഇവിടെ സാധാരണ കുട്ടികൾ തെറ്റുന്ന വേറൊരു കാര്യം, ക്വസ്റ്റ്യൻ യുവർ ഫ്രണ്ട് ഈസ് ഗോയിങ് ടു വിസിറ്റ് നമുവാന വില്ലേജ് ഇൻ കണ്ടാവു ഐലൻഡ് ടു സീ ദ റിച്വൽ ഓഫ് ടേർട്ടിൽ കോളിംഗ്. ഇത് കണ്ടുടനെ എല്ലാവരും റിച്വൽ കോളിങ്ങിനെ കുറിച്ചും ആ ഒരു സ്റ്റോറിയെ കുറിച്ച് അങ്ങ് എഴുതും. ബട്ട് അതല്ല ക്വസ്റ്റ്യൻ. an email wishing him or her an adventurous journey. നിങ്ങളുടെ ആ ഫ്രണ്ടിനെ നിങ്ങൾ വിഷ് ചെയ്യാൻ പോവാണ്, ടു ഹർ അഡ്വഞ്ചറസ് ജേർണി, ആൻഡ് വാൺ ഹിം, അല്ലേ, അവർക്ക് കുറച്ച് വാർണിംഗ് കൊടുക്കുക. ആ ഒരു ഡേഞ്ചറസ് റോക്കി ഐലൻഡിൽ ചെല്ലുമ്പോൾ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം, വാട്ട് പ്രിക്കോഷൻസ് യു ഹാവ് ടു ടേക്ക്, വാട്ട് ആർ ദ ഡോൺട്സ് ആൻഡ് ഡു വെൻ യു വിസിറ്റ് ദാറ്റ് പ്ലേസ്. അതാണ് ഇവിടെ കൃത്യമായിട്ടും എഴുതേണ്ടത്. ഒരു ഫ്രണ്ട്ലി ലെറ്ററിൻ്റെ ഫോമാറ്റിൽ എഴുതിയാൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 13. Then a monstrous terror seized him and his heart stood still. He could hear nothing, but it only lasted a moment. What happened after that moment? Based on your reading of the story, his first flight, write a paragraph on the seagull's first flight. A paragraph on the seagull's first flight. Very simple. അല്ലേ? ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഈസി ആയിട്ടുള്ള ലെസനാണ് ഹിസ് ഫേസ്റ്റ് ഫ്ലൈറ്റ്. അതിൽ ഫേസ്റ്റ് ഫ്ലൈറ്റിനെ കുറിച്ച് എങ്ങനെ, ഹൗ ദ സീഗൾ മെയ്ഡ് ഇറ്റ്സ് ഫേസ്റ്റ് ഫ്ലൈറ്റ്, അത് നിങ്ങൾ എഴുതും. 4 മാർക്സ്. ക്വസ്റ്റ്യൻ നമ്പർ 14. In the Zarak of Ranagunji, A.J. Cronin and Hassan exhibited professional excellence in controlling the outbreak of smallpox in the ship. Analyze their character. Write a paragraph on the qualities required in times of disaster. A paragraph writing, a paragraph on the qualities required in times of disaster. Question അതാണ്. ബട്ട് ആദ്യം പറഞ്ഞ കാര്യങ്ങൾ കേട്ട് നമ്മൾ അത് വെച്ച് എഴുതരുത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, A.J. Cronin exhibited professional excellence in controlling the outbreak of smallpox in the ship. Analyze their character. That you have to do. അന്നത്തെ ആ ഒരു കണ്ടീഷനും ഇപ്പോഴത്തെ കണ്ടീഷനും വളരെ സിമിലറാണ്, അല്ലേ? നമ്മുടെ ഈ ഒരു കോവിഡിൻ്റെ കാലം, അന്നത്തെ ആ ഒരു സ്മോൾ പോക്സിൻ്റെ കാലവും ഇന്നത്തെ കോവിഡിൻ്റെ കാലവും ഏകദേശം സിമിലറാണ്, അല്ലേ? ഒരു പാൻഡമിക് എപ്പിഡമിക്കാണ് കോവിഡ്. നമ്മളെല്ലാവരും പേടിച്ചിരിക്കുകയാണ്. ഇപ്പം നമുക്ക് ശരിക്കും ഒരു ട്രീറ്റ്മെൻറ്റ് ഇല്ല. അതുപോലെ തന്നെയായിരുന്നു അന്ന് സ്മോൾ പോക്സും.
ആർക്കെങ്കിലും പിടിക്കുവാണെങ്കിൽ അത് ഭയങ്കരമായിട്ട് സ്പ്രെഡാവും, പിന്നെ മിക്കവാറും മരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു കാലത്ത് AJ ക്രോണിനും ഹസനും അവരെന്തൊക്കെ കാര്യങ്ങൾ ധൈര്യപൂർവ്വം ചെയ്തു അല്ലേ. അനലൈസ് ദെയർ ക്യാരക്ടർ. ആ ഷിപ്പിലെ ആൾക്കാരെ എങ്ങനെ കൈകാര്യം ചെയ്തു. ഡെക്കിൽ കൊണ്ടുപോയി അവരൊരു ക്യാബിൻ ഉണ്ടാക്കി, അവിടെ അവർക്ക് വാം അല്ലെങ്കിൽ ഹോട്ട് വാട്ടർ, ഹോട്ട് ഫുഡൊക്കെ കൊടുത്തു. മാക്സിമം അവരെ ഹെൽപ്പ് ചെയ്ത് മറ്റുള്ള ആൾക്കാർ കേട്ട് പേടിച്ച് അങ്ങനെ ഒരു സിറ്റുവേഷൻ ആകാതെ ഹസനും AJ ക്രോണിനും എന്ത് കറേജസ് ആയിട്ട് കാര്യങ്ങൾ കൺട്രോൾ ചെയ്തു എന്ന കാര്യങ്ങൾ അനലൈസ് ചെയ്യണം. ബട്ട് റൈറ്റ് ദ പാരഗ്രാഫ് ഓൺ ദ ക്വാളിറ്റീസ് റിക്വയർഡ് ഇൻ ടൈംസ് ഓഫ് ഡിസാസ്റ്റർ. ഇങ്ങനെ ഒരു ഡിസാസ്റ്റർ ഉണ്ടാകുമ്പോൾ നമുക്കുണ്ടാകേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? ഇപ്പം നമുക്ക് ഈ കോവിഡിൻ്റെ ആ ഒരു കാലത്ത് അല്ലേ, ഈ ഒരു കൊറോണയുടെ കാലത്ത് എന്തൊക്കെ ക്വാളിറ്റീസ് നമുക്ക് വേണം ടു മാനേജ് ദിസ് ഡിസാസ്റ്റർ? ഇറ്റ്സ് എ ഡിസാസ്റ്റർ നൗ അല്ലേ. എല്ലാവരും സ്കൂൾ അടച്ച് വലിയൊരു ഇങ്ങനെ ഇരിക്കുന്ന ഈ കാലത്ത് എന്തൊക്കെ നമുക്ക് കാര്യങ്ങൾ, വാട്ട് ആർ ദ ക്വാളിറ്റീസ് വി നീഡ് ഇൻ ടൈംസ് ഓഫ് ദീസ് ഡിസാസ്റ്റർ? അതിനെക്കുറിച്ച് ഒരു പാരഗ്രാഫ് എഴുതുക. അപ്പം നിങ്ങൾ ആ ക്വാളിറ്റീസ് ജസ്റ്റ് അണ്ടർലൈൻ യുവർ ആൻസേഴ്സ്. ഓക്കെ. Question number 15. The conversation between Maggie and Mr. Gupta in The Price of Flowers is given below. Report their conversation. A conversation between Maggie and Mr. Gupta is given below. You have to report. Report means ഇവിടെ നിങ്ങൾ റിപ്പോർട്ടഡ് സ്പീച്ചാണ് എഴുതേണ്ടത്. അപ്പോൾ റിപ്പോർട്ടഡ് സ്പീച്ചിൻ്റെ ആൻസേഴ്സ് എങ്ങനെ നമുക്ക് ഒരു പാരഗ്രാഫ് അല്ലെങ്കിൽ ഒരു പാസേജിനെ റിപ്പോർട്ട് ചെയ്യാം എന്നുള്ളത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ കുറേ വീഡിയോസ് ചെയ്തു. How to report a statement, how to report WH questions, how can we report yes or no questions, imperatives, exclamatory sentences. അപ്പോൾ അതെല്ലാം കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുവാണെങ്കിൽ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ എല്ലാ വീഡിയോസും കാണും. അപ്പോൾ ഓരോന്നായിട്ട് നിങ്ങൾ നോക്കുക. അതുപോലെ ഞാൻ റിപ്പോർട്ട് സ്പീച്ചിൻ്റെ ലാസ്റ്റ് ചെയ്തത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, കുറേ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്ത് ഞാൻ അതിൽ ആൻസർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യനും ഞാൻ അതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞ് അത് വർക്കൗട്ട് ചെയ്തു. നിങ്ങൾ ജസ്റ്റ് അതൊന്ന് കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് ഇട്ടേക്കാം. ഓക്കെ. മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question 16 to 20. Answer any 4 questions, each in about 80 words. Each carries 6 scores. Question 16 to 20, 5 questions. You have to answer any 4 questions. കൂടുതൽ ക്വസ്റ്റ്യൻ എഴുതുന്നതുകൊണ്ട് നിങ്ങൾക്ക് മാർക്ക് ഒരിക്കലും കിട്ടില്ല. ആൻസർ ഷീറ്റിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഫ്രണ്ട് പേജ് കോളംസ് ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ നോക്കും ക്വസ്റ്റ്യൻ 16 to 20 ഈ കുട്ടി എത്ര എണ്ണം എഴുതി. അപ്പോൾ എനി 4 ക്വസ്റ്റ്യനെ നമ്മൾ മാർക്ക് ഇടാറുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ മാർക്ക് വേസ്റ്റാണ്. അങ്ങനെ നിങ്ങൾ വെറുതെ എഴുതുന്നതിനേക്കാളും ആ സമയം കൂടെ നിങ്ങൾക്ക് ഈ എഴുതുന്ന ക്വസ്റ്റ്യൻസ് നന്നായിട്ട് എഴുതുന്നതിന് വേണ്ടി നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ. സോ അപ്പോൾ നിങ്ങൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് എഴുതാൻ വേണ്ടി ശ്രമിക്കേണ്ട, എഴുതുന്നത് വളരെ നന്നായിട്ട് എഴുതുന്നതിന് ശ്രമിക്കുക. 6 മാർക്സിൻ്റെ ക്വസ്റ്റ്യന് ഒരു 1 പേജ് അല്ലെങ്കിൽ ഒരു 1.25 പേജൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം. Okay. Question 16. Mahatma Gandhi's ideas are of immense importance in the present day. Write a letter to the editor of a newspaper requesting him to set apart a separate column every day to publish the teachings of Gandhiji. It's a question. A letter to the editor. Letter to the editor, it's an official letter. You have to follow the format of an official letter. അപ്പോൾ letter to the editor ൻ്റെ ഫോമാറ്റ് എങ്ങനെയാണ്? ആദ്യം from നമ്മുടെ അഡ്രസ്. Then to the chief editor, Indian Express, Thiruvananthapuram. Then sir, comma, then write the subject, then you write the content. നമ്മൾ പിന്നെ കാര്യങ്ങൾ എഴുതുക. Last, yours faithfully, signature, left side place, date. So that's the format of letter to the editor. Question number 17. Prepare a write-up on the helplessness of man as portrayed in the poem Death the Leveler. അപ്പോൾ ഇത് ഹെൽപ്ലെസ്നെസ് ഓഫ് മാനിനെ കുറിച്ച് ഡെത്ത് ദ ലെവലർ റിലേറ്റ് ചെയ്ത് നിങ്ങളൊരു പാരഗ്രാഫ് എഴുതിയാൽ മതി. സിമ്പിൾ. ആ ലെസൺ ആ ഡെത്ത് ദ ലെവലറുമായിട്ടുള്ള മിക്കവാറും കാര്യങ്ങൾ ആൻസർ ചെയ്താൽ ഇത് കറക്റ്റ് ആയിരിക്കും. Question number 18. Hassan in the Zarang of Ranagunji plays a very important role in controlling the outbreak of smallpox. As the reporter of a leading newspaper, you have decided to interview Hassan. What would you ask him? What would be his responses? Draft 3
questions for the interview. Write the responses also. അപ്പോൾ the 6 മാർക്സിന് ഇൻ്റർവ്യൂ വിത്ത് ഹസൻ. അപ്പം നിങ്ങൾക്ക് ഇത് ഇൻ്റർവ്യൂവിൻ്റെ ഫോമാറ്റിൽ എഴുതാം, അല്ലെങ്കിൽ ഡ്രാഫ്റ്റ് 3 ക്വസ്റ്റ്യൻസ്, ആ ഇൻ്റർവ്യൂവിന് വേണ്ടിയുള്ള 3 ക്വസ്റ്റ്യൻസ് ആൻഡ് ദ റെസ്പോൺസസ്. ക്വസ്റ്റ്യനും അതിൻ്റെ റെസ്പോൺസസ്, അതിൻ്റെ ആൻസേഴ്സും. ഇപ്പോൾ നിങ്ങൾക്ക് എഴുതാം 1 ക്വസ്റ്റ്യൻ ആൻസർ, 2 ക്വസ്റ്റ്യൻ ആൻസർ, അങ്ങനെ 3 ക്വസ്റ്റ്യൻസ് 3 ആൻസേഴ്സ്. ദാറ്റ്സ് ഇനഫ്. അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിൻ്റെ ഫോമാറ്റിൽ എഴുതിയാലും കറക്റ്റാണ്. Question 19. The main highlights of the trip of Legola are given below. അപ്പോൾ കുറച്ച് പോയിന്റ്സ് അവിടെ തന്നിട്ടുണ്ട്. Then prepare a newspaper report about the successful and thrilling adventure undertaken by Captain Jovis and his friends in the trip of Legola. Here, newspaper report എഴുതുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, you should give a catchy title. Catchy means very attractive title ആയിരിക്കുക. എക്സാമ്പിൾ 500 people killed. ആ ഒരു ടൈറ്റിൽ വായിച്ചുടനെ നമ്മൾ നോക്കും എവിടെയാ, എന്താ, എങ്ങനെയാണ് സംഭവിച്ചത്, isn't it? അപ്പോൾ അതുപോലെ ക്യാച്ചി ആയിട്ടുള്ളൊരു ടൈറ്റിൽ കൊടുക്കുക. Then the first sentence of a newspaper report reveals what happened, when happened, what happened, where it happened, when it happened. So the first sentence should reveal everything. The next sentences are the explanation of the first sentence. ഇനി നമ്മൾ പാരഗ്രാഫ് ഡിവൈഡ് ചെയ്ത് എഴുതുക. പിന്നെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, ടൈറ്റിൽ കഴിഞ്ഞതിന് ശേഷം പ്ലേസ് എഴുതുക. പിന്നെ ഇച്ചിരി ഗ്യാപ്പ് ഇട്ട്, നമ്മൾ ഈ ന്യൂസ് പേപ്പറിലൊക്കെ കാണുന്നത് പോലെ ഇച്ചിരി ഗ്യാപ്പ് ഇട്ട് എഴുതുവാണെങ്കിൽ കുറച്ചും കൂടെ വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ ഈ ന്യൂസ് പേപ്പറിൽ നമ്മൾ നോക്കിയാൽ അറിയാം, ആദ്യത്തെ ആ ഒരു സെൻറ്റൻസ് ആയിരിക്കും ആ ഒരു ന്യൂസ് പേപ്പറിൻ്റെ എല്ലാ കാര്യങ്ങളും പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 20. The boy who raised the question in I Will Fly discovers a new path in life after his encounter with APJ Abdul Kalam. He writes a letter to his friend describing the impact of Kalam's words on him and the changes that have come in his character. Draft the letter for the boy. Letter. It's a friendly letter. Here, a boy is writing a letter to his friend. A friendly letter. ഒരു ഫ്രണ്ട്ലി ലെറ്റർ നമുക്ക് വളരെ ഫ്രീ ആയിട്ട് എഴുതാം. ബട്ട് അവിടെ നിങ്ങൾക്ക് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അബ്ദുൽ കലാമിൻ്റെ വേർഡ്സ്, യു ആർ ബോൺ വിത്ത് വിങ്സ്, യു ആർ ബോൺ വിത്ത് പൊട്ടൻഷ്യൽ, യു ആർ ബോൺ വിത്ത് കോൺഫിഡൻസ്. അപ്പോൾ അതിൽ പറഞ്ഞ ആ ഐ വിൽ ഫ്ലൈ എന്ന അതിലെ നല്ല പോയിന്റ്സ് എല്ലാം നിങ്ങൾ കോട്ട് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിന് കൺവേ ചെയ്യണം. ഓക്കെ, ക്വസ്റ്റ്യൻസ് 21 to 23. ആൻസർ any 2 questions. Each in about 120 words. Each carries 8 scores. നമുക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ് ലാസ്റ്റ് 2 questions. 3 questions is given to you and you have to write 2 questions. Select the 2 questions out of 3. ആ 3 ക്വസ്റ്റ്യൻസിൽ നിന്ന് നിങ്ങൾ 2 സെലക്ട് ചെയ്യുമ്പോൾ ഏറ്റവും നന്നായിട്ട്, വളരെ നന്നായിട്ട് എഴുതാൻ പറ്റുന്ന 2 ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്യുക. Question 21. Read the question. Prepare a speech to be delivered on the topic cyberspace, a world of unlimited scope and hidden dangers. It's a speech. സ്പീച്ചൊക്കെ നമുക്ക് എന്തും നന്നായിട്ട് എഴുതാം അല്ലേ. ഞാൻ വേറൊരു വീഡിയോയിൽ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു എങ്ങനെ നമുക്ക് നന്നായിട്ട് സ്പീച്ച് സ്റ്റാർട്ട് ചെയ്യാം. എ വെരി വാം ഗുഡ് മോർണിംഗ് ടു വൺ ആൻഡ് ഓൾ. Honorable dignitaries on the dais, respected principal, teachers and my dear friends. I am very proud to stand before you on this auspicious occasion to speak on the topic. എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ടോപ്പിക് പറയുക. പിന്നെ നിങ്ങൾക്ക് ആ ടോപ്പിക് റിലേറ്റ് ചെയ്ത് ഏതെങ്കിലും ഒരു കോട്ട്, ഏതെങ്കിലും ഒരു കൊട്ടേഷൻ അല്ലെങ്കിൽ സെയിങ് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് പറയുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ സ്പീച്ച് എൻഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തൊരു കോട്ടിങ് പറഞ്ഞ് നിങ്ങൾ പറഞ്ഞ് നിർത്തി. താങ്ക് യു. Question number 22. Read the question. Write an essay on the treatment of hope and aspirations in the story, The Price of Flowers. An essay. എസ്സേക്ക് ഒരു ടൈറ്റിൽ കൊടുക്കുക. പിന്നെ ഇവിടെ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് കാണുമ്പോൾ പിള്ളേർ ചെയ്യുന്ന തെറ്റ്, എല്ലാവരും ആ ഒരു സ്റ്റോറി അങ്ങ് എഴുതി വയ്ക്കും. സ്റ്റോറി അല്ല ഇവിടെ ചോദിച്ചേക്കുന്നത്. ആൻ എസ്സേ ഓൺ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഹോപ്പ് ആൻഡ് ആസ്പിറേഷൻസ് ഇൻ ദ സ്റ്റോറി. ആ സ്റ്റോറിയിലെ ഹോപ്സ് എന്തൊക്കെയാണ്? മാഗിയുടെ ഹോപ്സ്, ആസ്പിറേഷൻസ് മീൻസ് ആഗ്രഹങ്ങൾ അല്ലേ, അവളുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാകണം. അപ്പോൾ കറക്റ്റായിട്ട് ഈ ക്വസ്റ്റ്യൻ അനുസരിച്ച് വേണം നിങ്ങളുടെ ആൻസർ വരാൻ. പിന്നെ
ട്രീറ്റ്മെൻറ്റ് ഓഫ് എങ്ങനെ അതിനെ ട്രീറ്റ് ചെയ്തു, ആ ഹോപ്പിനനുസരിച്ച് പോകാൻ പറ്റിയോ, പിന്നെ അതിനെ എങ്ങനെ അവർ കോപ്പപ്പ് ചെയ്തു, എങ്ങനെ അതിനെ മാനേജ് ചെയ്തു എന്ന കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ എഴുതേണ്ടത്. അപ്പോൾ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുക, അതിനുശേഷം വേണം നിങ്ങൾ ആൻസർ എഴുതാൻ. ആൻസർ എഴുതിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഒരു പ്രാവശ്യം കൂടെ ക്വസ്റ്റ്യൻ വായിക്കുന്നതിൽ തെറ്റില്ല. ഇടയ്ക്കിടയ്ക്ക് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമ്മുടെ ആൻസർ അത്രയ്ക്കും വളരെ വാല്യൂഡ് ആയിരിക്കും. Then number 23, read the poem given below and write a critical appreciation of it. A critical appreciation of the poem Sleep. First yearന് നമുക്ക് ഒരു അൺനോൺ പോയം തരും, നിങ്ങൾ അതിൻ്റെ അപ്രീസിയേഷൻ എഴുതണം. ഒരു പോയമിൻ്റെ അപ്രീസിയേഷൻ എഴുതുമ്പോൾ നമ്മൾ ആദ്യം അതിൻ്റെ ഇൻട്രൊഡക്ഷനായിട്ട് പോയമിനെ കുറിച്ചും പോയറ്റിനെ കുറിച്ചും എഴുതുക അല്ലേ. ഇപ്പോൾ ഇവിടെ ടൈറ്റിൽ തന്നിട്ടുണ്ട്, ആരാ പോയറ്റും തന്നിട്ടുണ്ട്. Sleep is a very beautiful poem written by Rabindranath Tagore, the famous writer. അല്ലേ, അങ്ങനെ പറയും. പിന്നെ ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ രവീന്ദ്രനാഥ ടാഗോറിനെ കുറിച്ച് ഒരു സെൻറ്റൻസ് എഴുതാൻ പറ്റുവാണെങ്കിൽ അത് എഴുതുക. പിന്നെ ഈ പോയമിൻ്റെ തീം എഴുതുക, അതിൻ്റെ മെസ്സേജ് എന്താണെന്ന് കണ്ടുപിടിച്ച് എഴുതുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈൻസ് കോട്ട് ചെയ്യാം. ഇതിൽ നിന്നും നമ്മൾ പോയറ്റിക് ഡിവൈസസ് കണ്ടുപിടിക്കുക. ഫിഗേഴ്സ് സ്പീച്ച് ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. സിമിലി കണ്ടുപിടിക്കാൻ എളുപ്പമാണ് അല്ലേ. ലൈക്ക് അല്ലെങ്കിൽ ആസ് എന്നുണ്ടെങ്കിൽ സിമിലി കാണും. പിന്നെ മെറ്റഫോർ, അത് തന്നെയാണ് അല്ലേ, അത് തന്നെയാണ് എന്ന് പറയുകയാണെങ്കിൽ, കമ്പയർ ചെയ്യുമ്പോൾ അത് തന്നെയാണ് ഇത് എന്ന് പറയുകയാണെങ്കിൽ മെറ്റഫോർ. പിന്നെ പേഴ്സോണിഫിക്കേഷൻ അല്ലേ, ഒരു പേഴ്സൺ അല്ലാത്തൊരു കാര്യത്തിന് പേഴ്സൺ ആണെന്ന് നമ്മൾ പറയുകയാണെങ്കിൽ ദാറ്റ് ഈസ് പേഴ്സോണിഫിക്കേഷൻ. നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് ഭയങ്കര അതിശയത്തോടെ പറയുകയാണെങ്കിൽ ഹൈപ്പർബലി. പിന്നെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഓക്സിമറോൺ. ദെൻ ഫൈൻഡ് ഔട്ട് ദ അലിറ്ററേഷൻ, അസോണൻസ്, അതൊക്കെ കണ്ടുപിടിക്കുക. അലിറ്ററേഷൻ എന്ന് പറഞ്ഞാൽ റെപ്പറ്റീഷൻ ഓഫ് കോൺസണൻറ്റ് സൗണ്ട്സ്. അസോണൻസ് റെപ്പറ്റീഷൻ ഓഫ് വവൽ സൗണ്ട്സ്. പിന്നെ റൈമിംഗ് വേർഡ്സ്, റൈം സ്കീം, ഇതൊക്കെ കണ്ടുപിടിച്ച് എഴുതുക. അതെല്ലാം ജസ്റ്റ് വേർഡ്സ് അണ്ടർലൈൻ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് എഴുതും. മാർക്ക് കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യനാണ് അപ്രീസിയേഷൻ. അപ്പോൾ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ എങ്ങനെ എഴുതണമെന്നൊരു ഔട്ട്ലൈൻ, ഒരു ഐഡിയ കിട്ടിക്കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നന്നായിട്ട് എഴുതുക, എല്ലാവരും മാക്സിമം ട്രൈ ചെയ്യുക. എല്ലാവർക്കും A+ കിട്ടട്ടെ. ബെസ്റ്റ് വിഷസ്.